ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിലെ IS കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. നൈജീരിയൻ സർക്കാരിന്റെ പിന്തുണയോടെ നടത്തിയ ആക്രമണം ന്യൂനപക്ഷപരമായ ക്രൈസ്തവരെ കൊലപ്പെടുത്തിയതിനുള്ള തിരിച്ചടിയെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. വടക്കു പടിഞ്ഞാറൻ നൈജീരിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് താവളങ്ങൾക്ക് നേരെ അമേരിക്കൻ സൈന്യം തുടർച്ചയായി വ്യോമാക്രമണം നടത്തി. ഭീകരതാവളങ്ങൾ ലക്ഷ്യമിട്ടാണ് നടപടിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ക്രൂരകൃത്യങ്ങൾ നടത്തുന്ന ഭീകരരെ രാജ്യത്ത് കടന്ന് ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് അമേരിക്കയുടെ നടപടി. നിരപരാധികളായ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം നിർത്തിയില്ലെങ്കിൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് പലവട്ടം മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ US സേന നൈജീരിയയിൽ ആക്രമണം നടത്തുന്നത് ഇതാദ്യമാണ്. നൈജീരിയൻ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടിയെന്നും സർക്കാരിന്റെ പിന്തുണയ്ക്കും സഹകരണത്തിനും നന്ദിയെന്നും പെന്റഗൺ മേധാവി പീറ്റ് ഹെഗ്സെത്ത്. വർഷങ്ങളായി ഇസ്ലാമിക് സ്റ്റേറ്റ്, ബൊക്കോ ഹറാം തുടങ്ങിയ ഭീകരവാദ സംഘടനകളിൽ നിന്ന് നൈജീരിയ നിരവധി ഭീഷണികൾ നേരിട്ടിരുന്നു. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ തുടർന്ന് നൈജീരിയയ്ക്കെതിരെ അമേരിക്ക വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. നൈജീരിയയ്ക്കുള്ള എല്ലാ സഹായവും ഉടനടി നിർത്തലാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.